ബോച്ചയും ഹണി റോസും തമ്മിലുള്ള വിവാദമൊക്കെ മാധ്യമങ്ങൾ മറന്നു. ഇപ്പോ നെയ്യാറ്റിൻകര ഗോപന്റെ സമാധി ഇരുത്തലാണ് വിവാദം. പുതിയ പുതിയ വിവാദങ്ങളിലേക്ക് മാധ്യമങ്ങൾ പോയി. ബോച്ചയെ ജയിലിൽ കടന്നു. ജയിൽ മോചിതനായി തിരിച്ചെത്തിയ ബോച്ചയ്ക്ക് വീരപുരുഷന്റെ ഇമേജാണ് കേരളത്തിലെ വിവിധ സംഘടനകൾ ചാർത്തി കൊടുത്തത്. ഒരു ആൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന സംഘടന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഹണി റോസ് ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ ചാണകം തളിക്കുമെന്ന്. അത്രയേറെ രൂക്ഷമായ രീതിയിലേക്ക് പ്രശ്നങ്ങൾ മാറുമ്പോൾ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ഹണി റോസും വിഷയമല്ല, ബോച്ചയും വിഷയമല്ല. ഈ കളിയിൽ നഷ്ടം ആർക്ക്? ഹണി റോസിനാണോ ബോച്ചയ്ക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോച്ചയ്ക്ക് ഒരു നഷ്ടവുമില്ല. ബോച്ചയെ ജയിലിൽ കിടന്നു. ഒരാളുടെ എന്താ പറയുക, ജീവിതത്തിൽ ജയിലിൽ കിടക്കാൻ നിയോഗമുണ്ടെങ്കിൽ കടന്നിരിക്കും. അത് ഞാനായാലും ബോച്ചയായാലും. എനിക്കും അങ്ങനെ ഒരു നിയോഗം ഉണ്ടെങ്കിൽ ഞാൻ കിടന്നേ പറ്റൂ. അത് ജയിൽവാസം എന്നൊക്കെ പറയുന്നത് ഒരു നിയോഗമാണ്. എന്തായാലും ആ നിയോഗം പൂർത്തിയാക്കി ബോച്ചയെ തിരിച്ചിറങ്ങിയ ബോച്ചയ്ക്ക് വമ്പൻ സ്വീകരണം ബോച്ച ഫാൻസ് നൽകി. പലവിധ സംഘടനകൾ, ആൾ കേരള മെൻസ് അസോസിയേഷൻ അടക്കമുള്ള സംഘടനകളൊക്കെ ബോച്ചയ്ക്ക് സ്വീകരണവുമായി എത്തി. മറുവശത്ത് ഹണി റോസിന്റെ കാര്യമാണ് വല്ലാത്തൊരു കാര്യം. ഹണി റോസിനെ ഇനി വലിയ ഉദ്ഘാടനങ്ങൾക്കൊന്നും ആരും വിളിച്ചില്ല. പേടിയാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് കേസ് കൊടുത്താലോ എന്ന പേടി. മറ്റൊന്ന്, ഹണി റോസിന്റെ ഒരു സിനിമ റിലീസാവാൻ കാത്തു കിടക്കുകയാണ് റൈച്ചൽ. അത് പൊട്ടുമെന്നുള്ളത് ഉറപ്പ്. വേറൊന്നും കൊണ്ടല്ല, ഹണി റോസിന്റെ സിനിമ കാണാൻ കേരളീയർക്ക് ആഗ്രഹമില്ല. ഹണി റോസ് ഔട്ടായ ഒരു നടിയാണ്. ഉദ്ഘാടനത്തിലൂടെ ഉപജീവനം നയിക്കുന്ന നടിയാണ്. ബോച്ചയ്ക്കെതിരെ കളിക്കാൻ ഹണി റോസിനെ പ്രേരിപ്പിച്ച വികാരം എന്തെന്നുള്ളത് ഇപ്പോഴും അറിയില്ല. കാരണം ഇരുവരും സുഹൃത്തുക്കളായിരുന്നു. ഈ ബോച്ചയെ ഈ പരാമർശം നടത്തിയ ദിവസം ഹണി റോസ് പരാതി കൊടുത്തിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം രണ്ടാമതും ഹണി റോസിനെ ആഹ്വാനിച്ചെന്ന് പറയുന്നു. അപ്പോഴും പരാതി കൊടുത്തില്ല. അതിനും ശേഷം പരാതി കൊടുത്ത ഹണി റോസിന് പിന്തുണയുമായി കേരള സർക്കാർ ഉണ്ടെങ്കിലും പക്ഷേ ഹണി റോസിന്റെ ഇമേജ് തകർന്നടിഞ്ഞു കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിലെ ഭൂരിഭാഗം പേരും ബോച്ചയെ അനുകൂലിക്കുന്നവരാണ്. വിരൽ എണ്ണാവുന്നവർ മാത്രമാണ് ഹണി റോസിനെ അനുകൂലിക്കുന്നത്. ഇപ്പോൾ ഈ രാഹുൽ ഈശ്വറിന്റെ സംഭവത്തിലും ഹണി റോസ് പെട്ടിരിക്കുകയാണ്. രാഹുൽ ഈശ്വറിനെതിരെ നിയമ നടപടിക്ക് സാധ്യതയില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് പോലീസ്. അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. രാഹുൽ ഈശ്വർ ബോച്ചയ്ക്ക് വേണ്ടി സംസാരിച്ച വ്യക്തിയാണ്. അയാൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് അയാളെ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അയാളൊരു ഹിന്ദുത്വ തീവ്രവാദ സമീപനം ചെലുത്തുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ഒരു കാലത്ത്. എനിക്ക് രാഹുൽ ഈശ്വറിൻ്റെ ഫീച്ചർ ചെയ്യാനൊക്കെയുള്ള, രാഹുൽ ഈശ്വറിൻ്റെയും വൈഫിൻ്റെയും, അദ്ദേഹം അന്ന് മോഡലുകളുടെ ഒരു സംഘടനയൊക്കെ രൂപവൽക്കരിച്ചിരുന്നു. അപ്പോൾ ആ ഫീച്ചറൊക്കെ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഈശ്വറിനെ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല, കാണേണ്ട കാര്യവുമില്ല. എനിക്ക് രാഹുൽ ഈശ്വറിൻ്റെ ഈ ഹിന്ദുത്വ അജണ്ടയോടും പിണറായി വിരുദ്ധതയോടും ഒന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ പിണറായി വിരുദ്ധനുമല്ല, പിണറായി സ്തുതിപാഠകനുമല്ല. ഞാൻ കോൺഗ്രസ് വിരുദ്ധനുമല്ല, കെ സുധാകരന് സ്തുതി പാടുന്നവനുമല്ല. പക്ഷേ എവിടെ ന്യൂനപക്ഷം ആക്രമിക്കപ്പെടുന്നു പോകും, എവിടെ പാവപ്പെട്ടവർ നിലവിളിക്കപ്പെടുന്നു പോകും, അവിടെ ഞാൻ എത്തും. എൻ്റെ ചോര കൊടുത്ത് തന്നെ, ചോര ചീന്തി തന്നെ ഞാൻ അവിടെ പങ്കെടുക്കുകയും ചെയ്യും. എന്തായാലും ഹണി റോസിന് ഇനി ഉദ്ഘാടനങ്ങളും ഇല്ല, ഹണി റോസിന് സിനിമയും ഇല്ല. ബോച്ചെ ഹണി റോസ് യുദ്ധത്തിൽ തകർന്നത് ഹൺറോസ് തന്നെയാണ്. ഹൺറോസ് ഒരർത്ഥത്തിൽ ഈ മലടന്ന് കിടന്ന് തുപ്പുന്നത് പോലെയാണ് സംഭവിച്ചത്. അവർ പൈസ വാങ്ങിയിട്ടാണ് അവർ ഉദ്ഘാടനത്തിന് പോകുന്നത്. പൈസ വാങ്ങി അവർ ബോച്ചയുടെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നല്ല എമൗണ്ട് വാങ്ങി തന്നെയാണ് അവർ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ആൾക്കാരെ ആകർഷിക്കാനുള്ള വസ്ത്രധാരണം അവർ അണിയും. അത് അവരുടെ ബിസിനസ് സീക്രട്ടാണ്, ബിസിനസ് ടെക്നിക്കാണ്. അതൊക്കെ കൊണ്ടാണ് ഈ ഉദ്ഘാടനത്തിന് പോയ ഹണി റോസാണ് പ്രശസ്തയായത്. സിനിമാ നടിയെന്ന രീതിയിൽ അവർ നല്ല നടിയായിട്ട് പോലും ഒരു പരിധിക്കപ്പുറം പ്രശസ്തയാകാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഒരു പരിധിക്കപ്പുറം ഉയർന്നു പോകാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉദ്ഘാടനമാണ് ഹണി റോസിന്റെ ഉപജീവന മാർഗം. സിനിമയിൽ വലിയ റോളുകളോ അല്ലെങ്കിൽ മെഗാ പ്രോജക്റ്റുകളോ അങ്ങനെയൊന്നും അവർക്കിനി കിട്ടത്തുമില്ല. അവരുടെ കാലം കഴിഞ്ഞും പോയി. പുതിയ ഒരു തലമുറ വന്നു കഴിഞ്ഞു. ഹണി റോസ് ഉദ്ഘാടനത്തിന് പോയി പൈസ ഉണ്ടാക്കുന്നു,
അത് അവരുടെ ഉപജീവന മാർഗമാണ്. ആ ഉപജീവന മാർഗത്തിൽ മണ്ണ് വാരിയിടാൻ ആരെയും അനുവദിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇവർ ചെയ്ത പരിപാടിയോ, ബോച്ചയുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ പോയി, അയാൾ അയാൾ അതിനുള്ള പ്രതിഫലവും നൽകി. വേറൊരു സ്ഥാപനത്തിൽ അയാളും ഇവരുമായിരുന്നു ഉദ്ഘാടകർ, അതിനുള്ള പ്രതിഫലം ആ സ്ഥാപനവും നൽകി. അതിനൊക്കെ ശേഷം അവർ നിയമയുദ്ധത്തിന്, ബോച്ചയെ തന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞൊരു നിയമയുദ്ധത്തിന് അവർ ഇറങ്ങിത്തിരിച്ചു. അവിടെയാണ് അവർക്ക് പാളിച്ച പറ്റിയത്. അവരുടെ പുതിയ സിനിമ റൈച്ചൽ എന്ന പുതിയ സിനിമ റിലീസാകാൻ ഒരുങ്ങുകയാണ്. ആ സിനിമയുടെ റിലീസിങ് തീയതി വരെ മാറ്റിവെച്ചിരിക്കുകയാണ് ഈ വിവാദം കാരണം. അതിൻ്റെ അണിയറ പ്രവർത്തകർ പറയുന്നത് റിലീസിങ് തീയതി ഒന്നും മാറ്റിവെച്ചിട്ടില്ലെന്ന്. പക്ഷെ അത് മാറ്റിവെച്ചു. ഈ വിവാദം കാരണം അതെല്ലാം മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് അവരെ ഉദ്ഘാടനത്തിന് വിളിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അവിടെ തന്നെ ഇറങ്ങി പ്രൊമോട്ട് ചെയ്താൽ പോലും ഇനി വലിയ ആൾക്കാരൊന്നും ഉദ്ഘാടനത്തിന് വിളിക്കില്ല. പേടിയാണ് ആൾക്കാർക്ക്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പണി കൊടുക്കും എന്നുള്ളൊരു പേടിയാണ്. പിന്നെ അവരുടെ വസ്ത്രധാരണത്തിൻ്റെ അശ്ലീലമായ പരാമർശങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. അത് തെറ്റാണ്. അവരൊരു ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ആ ഉദ്ഘാടനത്തിൽ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു വസ്ത്രധാരണം വേണം. അതിലൊന്നും എനിക്ക് എതിരഭിപ്രായമില്ല. പക്ഷെ അവർ ചെയ്തത്, ഒരാളെ ജയിലിൽ അടച്ച ശേഷം അടുത്തൊരു വ്യക്തി, അയാൾ അനുകൂലിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ രാഹുൽ ഈശ്വർ, അവന് നേരെയും പരാതി കൊടുത്തു. ഇങ്ങനെ പരാതി കൊടുത്ത് ആകെ മൊത്തം ഒറ്റയ്ക്കായി പോയി ഹണി റോസിന് ഇനി ഭാവിയിൽ സിനിമകൾ ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവരുടെ കാലവും കഴിഞ്ഞു പോയി, അവരുടെ അഭിനയ രീതിയുടെ ശൈലിയും കഴിഞ്ഞു പോയി. പുതിയൊരു തലമുറ മലയാള സിനിമയിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതൊരു ന്യൂജൻ തലമുറ തന്നെയാണ്. ആ ന്യൂജൻ തലമുറ പുതിയ അത്ഭുതങ്ങൾ കാട്ടുകയാണ്. ആ ന്യൂജൻ തലമുറ മലയാളത്തിൽ നിറഞ്ഞാടുകയാണ്. ആ നിറഞ്ഞാട്ടത്തിൽ ഹണി റോസിന് സാധ്യതകൾ കുറവാണ്. ഹണി റോസ് പലപ്പോഴും വളരെ ബോൾഡായുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ തയ്യാറായ കലാകാരിയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ അവർക്കുണ്ട്. വളരെ ബോൾഡായിട്ടുള്ള കഥാപാത്രങ്ങൾ അവർ അവതരിപ്പിക്കും. അതൊക്കെയാണ് അവരുടെ പ്രത്യേകത. ആ പ്രത്യേകത വളരെ ശ്രദ്ധേയവുമാണ്. വളരെ ബോൾഡായി, വളരെ ശക്തമായി കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ, ഏത് കഥാപാത്രമായാലും അത് ഏറ്റെടുക്കാനുള്ള ഒരു ചങ്കുറപ്പ് ഹണി റോസിനുണ്ടായിരുന്നു. അത് ഹണി റോസിൻ്റെ വിജയ രഹസ്യമാണ്. പക്ഷെ ഒരു കാലം കഴിഞ്ഞപ്പോൾ ഹണി റോസിൻ്റെ അഭിനയ രീതിയിൽ നിന്ന് മാറി മലയാള സിനിമ ഒരുപാട് മുന്നോട്ട് പോയ മലയാള സിനിമയ്ക്ക് ഇപ്പോൾ ഹണി റോസിനെ വേണ്ട. ഹണി റോസിൻ്റെ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ചിത്രം പോലും, ആ ചിത്രത്തിന് പോലും തിരിച്ചടിയാണ് ഹണി റോസ് ഉണ്ടാക്കിയ വിവാദം. മറ്റൊന്ന്, ഇനി ഉദ്ഘാടനങ്ങൾക്കും ഹണി റോസിനെ ആരും വിളിക്കില്ല എന്നാണ് അറിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഹണി റോസ് സ്വാഹ.